വാട്ട് എവർ യു ഡു അറ്റ് ദ ക്രോസ് റോഡ്സ് ഡോണ്ട് ടേൺ ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇതിൻ്റെ ആദ്യത്തെ ഈ ബുക്കിലെ ആദ്യത്തെ വരികൾ. അപ്പോൾ 2 ആഴ്ച മുന്നേ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇങ്ങനെ എഡ്വറി ദ മായോ എന്ന യൂട്യൂബ് ചാനൽ ഇട്ട 2 വീഡിയോസ് ഉണ്ടായിരുന്നു. അതിലുള്ളൊരു യൂട്യൂബ് വീഡിയോൻ്റെ പേരാണ് വിയേർഡ് ബുക്ക് ഐ ഡിഡ് നോട്ട് റൈറ്റ്. അതിൽ അവൻ്റെ ഒരു മൈന്, അവൻ്റെ വീട്ടിലുള്ള മൈൻ കാണിക്കുന്നുണ്ട്. അത് അവൻ ബിൽഡ് ചെയ്തത് എല്ലാത്തരും. അതിൻ്റെ ഉള്ളിൽ എഡ്വറി വെക്കാത്ത ഒരു ചെസ്റ്റും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ചെസ്റ്റിൽ കുറച്ച് സാധനത്തിൽ ഒരു ബുക്കും ഉണ്ടിനി. ആ ബുക്കിലുള്ള കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള വരികളാണ് ഇത്. Do at the crossroads. Don't turn left. Don't be fooled. It's listening. You can't outsmart it. It's listening to me. It's watching me. It isn't from this world. At the crossroads, don't turn left. 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 അത് പിന്നെയും പറയുന്നുണ്ടായിരുന്നു. അവസാനത്തെ പേജിൽ കുറച്ച് നമ്പേഴ്സും തരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് കുറച്ച് സ്ട്രേഞ്ചായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരാളെ വേൾഡിൽ എവിടെ നിന്നും ഞാനൊരു മൈനസ് കാണാവുക, അതിൽ സിസ്റ്റ് കാണുക, ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് പോസിബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴാണ് അതിൽ ഡിസ്ക്രിപ്ഷനിൽ കാര്യം കാണുന്നത്. അതിൽ എനിക്ക് ഇത് സ്റ്റോറേജ് ബോക്സിൽ നിന്ന് കിട്ടിയ ജസ്റ്റ് ഒരു ലാപ്പാണ്. അതുകൊണ്ട് അതിൽ പ്രീബിൽഡായിട്ട് മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തിനെ വേണ്ടും കൂടി ആയിരുന്നത്. അതിൽ കളിച്ചപ്പോഴാണ് ഇതിങ്ങനെ മൈനൊക്കെ ഇതിൽ കാണുന്നത്. ഇപ്പോൾ അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചോദ്യം, എന്താണ് ആ ബുക്ക്, എന്തിനാണ് അതിൽ അങ്ങനെ എഴുതിയത്, ആ സ്ട്രേഞ്ചുള്ള കാര്യം എന്ത് കാര്യം ഉണ്ടായിട്ടാണ് അങ്ങനെ എഴുതിയത് എന്നുള്ളതാണ് ഇവിടെ നിലനിൽക്കുന്നൊരു ചോദ്യം. പക്ഷേ അവസാനം ഒരു നമ്പറും തരുന്നുണ്ട്. പക്ഷേ അതെന്തോ ഒരു പ്രൂഫാണ് എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മളിത് പ്രൂഫ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. ബട്ട് അങ്ങനെയല്ല. കാരണം അതിലുള്ള നമ്പർ ഒരു കോർഡിനേറ്റ്സ് അല്ല, ഈവനൊരു അക്ഷരങ്ങളല്ല. ഐ മീൻ ഓരോ ആൽഫബറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആൽഫബറ്റിന് കൂടുതൽ നമ്പറായിട്ട് വരുന്നുണ്ട്. കോർഡിനേറ്റ്സ് അങ്ങനത്തെ ഒരു സംഗതി ആക്കി എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനത്തെ കോഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ് തന്നെ ഉണ്ട്. ആ സൈറ്റിലിട്ടിട്ടും യാതൊരു പ്രൂഫും ഇല്ല ഇതെന്താണ് എന്തിനുള്ളതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതത്രേ ഉള്ളൂ, ഇതൊരു സ്ട്രേഞ്ചറിലെ വീഡിയോ ഇട്ടിട്ട് ജസ്റ്റ് അവിടെ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല. കാരണം ആ വീഡിയോയിൽ അവൻ്റെ ഇൻവെൻട്രി, ആ ചെസ്റ്റ് തുറന്നിട്ട് അവൻ്റെ ഇൻവെൻട്രി കാണുമ്പോൾ പെട്ടെന്ന് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന് ആ റാൻഡുള്ള കുറച്ച് ഐറ്റംസ് സ്പാണായി പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു കോഡുണ്ട്. കാരണം അതിലുള്ള ഓരോ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ലിങ്കിലേക്കാണ്. ആ ലിങ്ക് നമ്മൾ വരുന്നത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ്. അതിൽ 2 വീഡിയോ ടെക്സ്റ്റുണ്ട്. അവിടെയാണ് ഈ സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. അതാണ് ഈ എപ്പിസോഡ്, ദ മിസ്റ്ററി ഓഫ് ദ വേൾഡ് ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ കാണുന്നത് നമ്മൾ നേരത്തെ ആ എയർവറിൻ്റെ അതിൽ കണ്ടിന്യൂ ടണലാണ്. ആൻഡ് ഇത് സർവൈവറായിട്ട് കളിക്കുന്ന ആളാണ്. ഇൻവെൻട്രിയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്. പിന്നെ ചെസ്റ്റിൽ മിസ്സിങ് ആയത് അവൻ്റെ അടുത്തുണ്ട്. ഞാൻ ചെസ്റ്റിൽ ഓർഡർ ബുക്ക് എണ്ണി മേ ബി കത്തിച്ചുണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ ഇൻവെൻട്രിയിൽ ബുക്ക് കാണുന്നുണ്ട്. മേ ബി അതായിരിക്കും, പറയാൻ പറ്റില്ല. അവനെ കുറച്ച് മൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനെ തിരിഞ്ഞ് മൈൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ മൈൻ ചെയ്യുമ്പോൾ കാണുന്നത് ഇതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കയറ്. അപ്പോൾ എൻവറയിലേക്ക് കയറുന്നു, മൈൻ ചെയ്യണമല്ലോ. അപ്പോൾ കയറുന്നു, അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നടന്നു പോകെ പെട്ടെന്നാണ് ഇത് കാണുന്നത്. ദൂരത്തു നിന്ന് കാണുമ്പോൾ അറിയാൻ മനസ്സിലാവാൻ കുറച്ച് പണിയുണ്ട്. പക്ഷേ അവനെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അടുത്ത് കാണുമ്പോൾ സംഗതി മനസ്സിലാണ് മോസാണ്. അപ്പോൾ ഈ മോസ് പറഞ്ഞ സാധനം നമ്മൾ വെറുതെ കേവിൽ അങ്ങനെ സ്പാണുള്ള സാധനമല്ല. അപ്പോൾ അത് ഭയങ്കര സസ്പിഷ്യസ് ആയിട്ടുള്ള സ്പാൺ തന്നെയാണത്. അപ്പോൾ അവനങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ മോസ് പറഞ്ഞ സാധനം കാണുന്നുണ്ട്. അങ്ങനെ അവൻ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞില്ല, അതിൻ്റെ ബാക്കിൽ തന്നെ ഓനൊരു മരം കാണുന്നുണ്ട്. പിന്നെ ട്രീ എന്നാൽ നോർമലുള്ള കാണുന്ന പോലത്തെ ട്രീയും അല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പ്, ഒരു എണ്ണക്കട്ട ഷേപ്പുള്ള ട്രീയും കൂടിയാണ്. അപ്പോൾ പിന്നെ കണ്ട സ്ഥിതിക്കാണെന്ന് അത്ര സസ്പിഷ്യസ് ഒന്നും മൈനിങ് കൂടി ചെയ്യാൻ വേണ്ടി നോക്കിയാവൻ. അതിന് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഒന്നും ചാടി പ്രഥമാരി പേടിച്ചാൽ പേടിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത് നോർമൽ ട്രീ തന്നെയാണ് അവിടെ.
പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ട്രീസ് അണ്ടർഗ്രൗണ്ടിലൊന്നും അങ്ങനെ സ്പാൺ ആവില്ലല്ലോ. അങ്ങനെ അവൻ പിന്നെയും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. പോകുന്നതനുസരിച്ച് കുറേ പുല്ലും മറ്റേ മോശമൊക്കെ കൂടുതൽ കാണാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന വയ്ക്കുമ്പോൾ വേറെ മരം കാണുന്നുണ്ട്, പുല്ല് വേറെ കാണുന്നുണ്ട്, അങ്ങനെ മരങ്ങളൊക്കെ അങ്ങനെ കാണുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ നമ്മളോട് സംസാരിക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് വിയറായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് സ്റ്റോണ് മാത്രമേ ഉള്ളൂ. കാരണം ചോദിച്ചതിന് കാര്യമുണ്ട്, കേവ് ആകുമ്പോൾ അയൺ, റെഡ് സ്റ്റോൺ, കോൾ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും. അതൊരു സാധനം അതിനുള്ളിലില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ചുറ്റുള്ള മതിലിൻ്റെ ഷേപ്പും മതിലുമുള്ള സ്റ്റോണൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ മൊത്തം കാടന്മാരുള്ള സ്ഥലമായി. സ്റ്റോണൊന്നും സാധാ സ്റ്റോണൊന്നും ഇല്ല, അങ്ങനത്തെ സ്ഥലമായി. പിന്നെ അവൻ മുന്നോട്ട് നോക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. അപ്പോൾ എഡ്ബറി അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചുറ്റുവട്ടം നോക്കുന്നുണ്ട്. എന്താ തല കിട്ടാണ്ട് പ്രാന്തായിരിക്കും. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരുമാതിരി നമ്മൾ നേരത്തെ കണ്ട അതേമാതിരത്തെ കുറേ മരങ്ങൾ അങ്ങനെ നിലത്ത് പരന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അട്ടി കിട്ടാമാതിരി മരമുണ്ട്, ലെയറായിട്ട്. പിന്നെ ചുറ്റുമുള്ള മതിലൊക്കെ എന്തോരു ഷേപ്പിലാണൊരു. അങ്ങനെ എഡ്ബറി പതുക്കെ വലിയ ഡാമേജ് ഒന്നും കൊടുക്കാണ്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവനിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കുന്നുണ്ട്, ഓരോ മരങ്ങളൊക്കെ നല്ലോണം നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടണൽ കാണുന്നുണ്ട്. പിന്നെ അവൻ അവിടെ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ. അവിടെ നിന്ന് നമുക്ക് കാണാം ഗേറ്റിൻ്റെ എൻട്രൻസ് മരത്തിൻ്റെ അട്ടിക്കിട്ട്, ആ അട്ടിക്കിട്ടിട്ടാണ് മരങ്ങൾ കിടക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ കാര്യമായിട്ട് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ വേൾഡ് എന്താണ്, ഇത് എവിടെ നിന്ന് വന്നു, ഇതെങ്ങനെ ഇവൻ്റെ വേൾഡിൽ കാണുന്നു, ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് തന്നെ പോകാം. ഇതിനെല്ലാത്തിനും ആ ക്വസ്റ്റ്യൻ ഉത്തരം ആ ടണലിലൂടെ പോയാൽ തന്നെ കിട്ടത്തുള്ളൂ. അവന് ഇങ്ങനെ പിന്നെ ചുറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അവൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ ബാക്കോട്ട് നോക്കുന്നുണ്ട്. അവനിങ്ങനെ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. വല്ല പ്രേതം ചാടി വന്നാലോ ഇനി പറഞ്ഞ് ഉണ്ടായാലും വെച്ചിട്ടായിരിക്കും. പക്ഷേ അവൻ സിംഗിൾ പ്ലെയറാണ് കളിക്കുന്നത്. പിന്നെ അതിലിപ്പോൾ എന്തോന്ന് ഒന്നും വരാനില്ലല്ലോ. പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്കെന്താ സംഗതി കത്തിയോ? അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് കത്തിയില്ല ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ ലാസ്റ്റ് രണ്ടിനും ടോർച്ച് അത് മിസ്സിങ് ആണ്. അവിടെ രണ്ടിനും ആ ലാസ്റ്റിലെ ടോർച്ച് അത് കാണുന്നില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും 2 ടോർച്ച് കാണാണ്ടാകുന്നതാണ്. I'm not scared of torches turning off. അതാ പിന്നെയും അടുത്തതും കാണാണ്ടായി. I don't know what kind of practical joke this is, but I already heard you in the... I'm not scared of a game. I don't know why I just jumped down. I wasn't scared, but I felt compelled. I've never felt like that in my life. അപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ടാ കഥ പോകണമെന്ന് യാതൊരു തരം കിട്ടണില്ല. ഇപ്പോൾ തുടങ്ങിയതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വേൾഡ് ജനറേഷൻ അങ്ങനത്തൊക്കെയാണ്. ഇപ്പോൾ ആണെങ്കിലും സ്കേറി ഫീലാണ് കിട്ടുന്നത്. പക്ഷെ അവന് ആദ്യം പറഞ്ഞേക്കണ് അത് വേറെ ഏതോ കമ്പ്യൂട്ടറാണ്, വേറെ ഏതോ ലാപ്പിൽ നിന്നൊക്കെയാണ് ആ വേൾഡ് കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട് അവന് ഓൾറെഡി.
അങ്ങനെ നോക്കുക വെച്ചാൽ ഈ കേസ് അവിടെ ക്ലോസ് ആയി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൻ്റെ ഇതിനെ കുറിച്ചിട്ട് മാത്രമല്ല, ആ വീഡിയോ മാത്രമല്ല, അതിൽ നമുക്കൊരു ഫയലും കൂടി, ഒരു ടെക്സ്റ്റ് ഫയലും കൂടിയും കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. My exploration into a strange tunnel I found in my Minecraft world. I've been playing this world for a while and just discovered this. This is my documentation of the search. Notably, when I installed Minecraft, this world came pre-created. Always thought that was a little strange, but I'm not really sure. അപ്പോൾ വായിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അതിലൊരാൾ പറഞ്ഞത് ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തതല്ല എന്നുള്ള രീതിക്കാണ്. വേറെ ആൾക്ക് പറയുന്നത് അയാൾക്ക് വേറെ ഇതിന്ന് കിട്ടിയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അടക്കം സംഗതിയൊക്കെ മനസ്സിലായി അറിയില്ല. ഇത് ശരിക്കും രണ്ട് ആൾക്കാരെ ഇനി അതിനൊരു സാമ്പിളായിട്ട് നോക്കുക വെച്ചാൽ എൻവറിൻ്റെ നെയിം അവിടെ ബ്ലറാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാത്ത രീതിയിൽ. അതിൽ ഇപ്പോഴുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഓൻ്റെ പേരും ഓൻ മാറ്റിക്കണം, അതെന്താണെന്ന് പറയൂല, ഫയൽ കാണുന്നുണ്ട്. അതുമാതിരി അവൻ്റെ സ്കിന്നും ഓൻ മാറ്റിക്കണം. അപ്പോൾ ഈ വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താ സംഗതി, എൻവറി ആരാ, ഇവലക്കാരാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോറി കാണണം, ബാക്കി കാണണം എന്തായാലും. അപ്പോൾ എൻവറി അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ട് പോകണം, എന്തിനാണെന്നറിയില്ലെങ്കിലും മുന്നോട്ട് തന്നെ പോകണമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെയുള്ള ആ കുളത്തിലേക്ക്, പുഴയിലേക്ക് ഉള്ളോട്ട് ചാടുന്നുണ്ട്. ചാടുമ്പോൾ ചെറിയ ഗുഹ മാതിരിയുള്ള ഇതാണ്, വെള്ളത്തിനടിയിൽ കുറേ ഗുഹ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗുഹയിലൂടെ അങ്ങനെ അവൻ പോകുന്നുണ്ട്. അങ്ങനെ അവൻ ഇവിടെ പോയി അൺടിൽ അത് ഓപ്പണായ ആയിട്ടുള്ള സ്ഥലത്ത് എത്തി അവൻ. അങ്ങനെ അവൻ അതിൻ്റെ മുകളിലോട്ട് നീന്തുമ്പോൾ ജസ്റ്റ് ഓക്സിജൻ എടുക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് ആ സ്ഥലം നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിച്ച് ഡൈവ് ചെയ്യുമ്പോൾ പിന്നെ ചുറ്റും ഫുള്ള് ഹോളാണ്, ഓരോ വഴികൾ, ഒരു 40-45 വഴിയുണ്ട്. അപ്പം പെട്ടെന്ന് അവൻ ഈ സൗണ്ടും കേൾക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ട ആ ഗുഹയിൽ നിന്നുണ്ടീനെ ആ സെയിം, ആ ടണലിൽ നിന്നുണ്ടീനെ ആ സെയിം സൗണ്ടാണത്. അപ്പോൾ അവൻ്റെ ഒപ്പം ആരും ഉണ്ട് ആക്ച്വലി, പക്ഷേ ഭയങ്കര സൈലൻ്റാണ്, നമ്മൾ കാണുന്നില്ലാവുന്നുള്ളൂ. അങ്ങനെ അവൻ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇനി എന്താ, കാരണം അവനവിടെ ചുറ്റും കുറേ ഗുഹകളാണുള്ളത്. ഇനി അവൻ ഗ്യാമ്പിൾ ചെയ്ത് ഏതെങ്കിലും ഗുഹയിൽ പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ പിന്നെ ഓനൊന്നും നോക്കിയില്ല, ഓന് ഒരു ഡൈസ് അങ്ങോട്ട് റോൾ ചെയ്ത് ഒരു റാൻഡായിട്ടുള്ള ഗുഹ എടുത്ത് അതിലങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ ആ ടണലിൽ ഓൻ കയറി ഓനങ്ങനെ പോകുമ്പോൾ പിന്നെയും ജംഗ്ഷൻ, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെയും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓൻ ആ ഗുഹ അങ്ങനെ പോകുന്നുണ്ട്, പിന്നെയും പോകുന്നുണ്ട്, പിന്നെയും അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഓനൊരു ഓപ്പണിലെത്തി. അങ്ങനെ ഓനെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. കാരണം നേരത്തെ അതിൽ സിമിലർ ആയിട്ടുള്ള പ്ലേസാണ്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അവൻ്റെ ചുറ്റും കുറേ എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് ആൻഡ് കാണാൻ കുറച്ചുകൂടി പീസ്ഫുള്ളും കൂടിയാണ്. അങ്ങനെ ഓനെ അവിടെ നിന്ന് കുറച്ചേരം ചുറ്റും നോക്കി അങ്ങനെ ഒരു ടവറാക്കി ആ മരത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട് ചുറ്റൊന്ന് നോക്കാൻ. പക്ഷെ നോക്കിയപ്പോൾ ഫുള്ള് ട്രീ ആണ്, വേറെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ പെട്ടെന്ന് ഓനെന്തോ എൻ്റെ കിളി എന്തോ പോയ കിളി വന്ന മാതിരി ഓൻ പെട്ടെന്നൊരു ബോട്ടുണ്ടാക്കി വെള്ളത്തിനടിയിലേക്ക് നീന്തി ആ ഗുഹ ഒക്കെ മൂടുന്നുണ്ട്. അങ്ങനെ അവൻ പിന്നെ തിരിച്ച് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയുന്നത് Comes through here again, it has to break that, but I need to explore. അങ്ങനെ അവന് അതിന് ട്രാപ്പ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ അറിയാനോ അങ്ങനെയുള്ള എല്ലാ സംഗതിയും സെറ്റ് ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് മിസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? കാരണം ഓന അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓനെ മനസ്സിലായിന്നറിയോ? അഫ്കോഴ്സ് ഓന ആ ടോർച്ച് പോയതൊക്കെ കണ്ടിരിക്കണ്, പിന്നെ മറ്റേ ഓരോ ശബ്ദങ്ങളും ഇതൊക്കെ കേട്ടിരിക്കണ്. ബട്ട് ഓന് മറ്റേ ഗുഹ നിൽക്കണമത്ത് ഇങ്ങനെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അത് ഫസ്റ്റ് എനിക്കും കത്തിയില്ല, പിന്നാണ് എനിക്കും കത്തുന്നത്. അത് സംഗതി ജസ്റ്റ് അറിഞ്ഞ് അത് കിട്ടാൻ വേണ്ടി കുറച്ച് പണിയുണ്ട്. പക്ഷേ ഓന് നടന്ന് നിന്നതിന് ശേഷം സ്പ്ലിറ്റ് സെക്കൻഡ് ആരോ എൻ്റെ ബാക്ക് നടക്കുന്ന സൗണ്ട് ഉണ്ട്. അവനങ്ങനെ നടന്നു പോകുമ്പോൾ ഓന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം തേടി അവൻ്റെ ബാക്കിൽ ആരോ നടക്കുന്ന സൗണ്ട് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും ആരെങ്കിലും അവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ കണ്ട് എങ്ങനെ റിവീൽ ചെയ്യാൻ കണ്ട് എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. അപ്പോൾ ഓനിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ചില എങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
അതിന് വന്നണില്ല അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരണമെങ്കിൽ അതിന് ബ്ലോക്ക് വെച്ചിട്ട് ആ ബ്ലോക്ക് തിരിച്ചും വെക്കാം. പക്ഷേ ചഗ് ഡിസ്റ്റൻസൊക്കെ ലോഡ് ചെയ്യുന്ന അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓനെ അങ്ങനെ അവിടെ ആ ഹോപ്പറൊക്കെ നിറച്ചിട്ട് കൊണ്ടുവന്നിട്ട് റൺ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് പുറത്തോട്ട് പോയിട്ട് ആകുമ്പോൾ അത് ലോഡ് അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ അത് പിന്നെ പോകത്തില്ല. പിന്നെ അത് പോയി ആരെയും വന്നാൽ മാത്രമേ അത് ലോഡാകത്തുള്ളൂ. അപ്പോൾ അതിനാണോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവൻ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിയാനൊക്കെ പറ്റും. അതിനാണോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൻ അവിടെ ട്രാപ്പ് സെറ്റ് ചെയ്ത് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമാണ്. ഓനെ അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ അവൻ ലേക്കിനടുത്ത് പോകില്ല. ആ ചക്ക് ലോഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓനെ വേറെ ഭാഗത്തേക്കൊക്കെ തന്നെ പോകുന്നുണ്ട്. പിന്നെ അതെല്ലാം ഒരേമാതിരിയിട്ട് കാണാനും ആ ഫ്ലോറും മരവും ഒക്കെ ഒരൊറ്റ പെറ്റമാതിരി ഫുൾ ഒരേമാതിരി കിടക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണുന്നത്. കാരണം ഓനെ പോണ വഴിക്ക് അവിടെ ഒരു സൈൻ ഉണ്ട്. പക്ഷെ ഓനെ കണ്ടതായിട്ട് കാണുന്നില്ല. അവൻ പോകുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് നിന്നിട്ട് ഓൻ ഇങ്ങനെ പറയുന്നുണ്ട്, Interesting. That's the third sign we've seen so far. എന്തോന്ന് ഓൻ മൂന്നാമത്തെ കണ്ടിരുന്നു. ഓൻ മൂന്നാമത്താണ്. പക്ഷെ ഞാനാകെ ഒന്നേ കണ്ടുള്ളല്ലോ. അപ്പോൾ അതിൽ 3 കണ്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ 3 സൈൻ എവിടേക്കാന്നുള്ളതൊക്കെ. ഓനതൊക്കെ കടന്നു പോയിട്ട് നമുക്ക് ഹിൻഡ് തന്നില്ലാവുള്ളൂ. അങ്ങനെ ഓൻ ആ 3 സൈൻ്റെ അടുത്തേക്ക് ഓന് പോകുന്നുണ്ട്. പോകുമ്പോൾ 3 എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കും അറിഞ്ഞൂടാ. പക്ഷേ എൻവറി വേറെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. Signs all seem to point to one place. Both of these angled ones point in the same direction. ആൻഡ് ഓൻ പറഞ്ഞത് ശരിയാണ്. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രിഡ് നോക്കി കഴിഞ്ഞാൽ ആ സൈൻ വെച്ച രീതി ഇങ്ങനെ നോക്കും നമുക്ക് ഇങ്ങനെ കിട്ടും ആക്ച്വലി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞാൽ കറക്റ്റാണ്. ആ 3 പോയിൻ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിലേക്കാണ്. ഓൻ ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെങ്ങായി അങ്ങനെ മൂവ് അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓൻ്റെ ഡിഫിക്കൽട്ടി എടുത്ത് കുറച്ച് പീസ്ഫുള്ളിലേക്ക് ഇടുന്നുണ്ട്. അതാകുമ്പോൾ ഓന് ഹങ്കർ കയറില്ലല്ലോ. ഓൻ്റെ അടുത്ത് ഇപ്പോൾ ഫുഡില്ല നിലവില്ല. അപ്പോൾ ജീവിക്കണമല്ലോ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. ബുദ്ധിമാൻ എന്നാൽ കൊടു ബുദ്ധിമാൻ. അപ്പോൾ തിരിച്ച് പിന്നെ ലീക്കിനടുത്ത് പോയിട്ട് ആ ഓപ്പറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അവിടെ വന്നതായിട്ടൊന്നും വലിയ പ്രൂഫൊന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ബ്ലോക്കൊക്കെ ആ ഉള്ളിൽ വെച്ച ബ്ലോക്കൊക്കെ അവിടെ തന്നെ ഇടുന്നു. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിട്ടില്ല. ഇതിനിടയിൽ കൂടെ ചാറ്റെടുത്തിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, Something is here. What? ഓനെങ്ങനെ പറഞ്ഞു നിൽക്കാറുണ്ട്. എങ്ങനെ മനസ്സിലായി നിൽക്കാറുണ്ട്. എന്താ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് കാര്യം. I don't know if it can hear me, but I'm not taking any chances. അപ്പോഴാണ് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ സംഗതി കിട്ടുന്ന ഗ്ലാസ് ബ്ലോക്കാണ്. അങ്ങനെ അവിടെ ഒരു ഡേറ്റും നമ്മളോട് ആരും പറയേണ്ട ഒരു ഗ്ലാസ് ബ്ലോക്ക് അവിടെ വെച്ചത്. അപ്പോൾ ആ വെച്ചതിൽ അത് സ്പ്രെഡ് ആവില്ല. അത് തോന്നിയ പോയിട്ട് സ്പ്രെഡ് ആവില്ല. പക്ഷേ തിരിച്ചു നോക്കിയിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ആ കാര്യം Loaded this chunk. I'm not scared, but my gut says to keep moving.